ഞാൻ പറയുന്ന ഒന്ന്, നീ ചെയ്യുന്നു മറ്റൊന്ന്. എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല. ഏട്ടാ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? 20 വർഷമായിട്ട് ആ മൂപ്പിലാന് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ട് എവിടുന്നോ വന്ന ഒരുത്തനെ പിൻഗാമിയാക്കിയിരിക്കുന്നു. താരക്കിന്റെ മനസ്സ് മാറിയാലുണ്ടല്ലോ. ഈ കാൻഡി ക്രഷ് ഗെയിം ഉണ്ടല്ലോ, ഒരു തവണ കളിക്കാൻ തുടങ്ങിയ പിന്നെ ഇത് നിർത്താൻ പറ്റില്ല. ഒരു ജോലി ഏൽപ്പിച്ച ആ ജോലി മര്യാദയ്ക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലേ? ഈ മുഖത്ത് നോക്കിയിട്ടുള്ള ചോദ്യം ഉണ്ടല്ലോ, ഇനി എൻ്റെ അടുത്തുണ്ടാവരുത്. ഇങ്ങനെ ശബ്ദം ഉയർന്ന മുകളിലേക്ക് വിടേണ്ടി വരും എനിക്ക്. ബോംബെ എന്ന് വന്ന ഷാർപ്പ് ഷൂട്ടറാണ് അവൻ. ഇവിടുത്തെ ലോക്കൽ MLA കാരണമാണ് സംഗതിയെല്ലാം കുളമായത്. ഞാൻ ഈ ഡീൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്തു തീർക്കാൻ അറിയാം. പക്ഷേ നിങ്ങളെല്ലാം ചേർന്ന് ആ കിളവൻ്റെ അടുത്ത് കളിക്കുന്ന ഡബിൾ ഗെയിം എൻ്റെ അടുത്ത് കളിക്കാൻ ശ്രമിച്ചാ ഒരെണ്ണം പോലും ജീവനോടുണ്ടാവില്ല. അതോർത്തോ? ആ പണി ഞാൻ ചെയ്തോ. ഇതിനകത്തേക്ക് കയറ്റി വിടുന്നില്ല. ആരാടാ നീ? താരക് റാം. സ്നേഹമുള്ളവരൊക്കെ എന്നെ താരക്കെന്നാ വിളിക്കാറ്. അന്ന് അമ്പലത്തിൽ വെച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അന്ന് സ്വന്തം മോനെ പോലെ ആയിരുന്നില്ലേ മുത്തശ്ശൻ്റെ അടുത്ത് വന്ന് ബിൽഡപ്പ് ഒക്കെ കൊടുത്തായിരുന്നത്. ഇത്രയും വലിയ കുബുദ്ധിയൊക്കെ നിങ്ങൾ എവിടെന്നാ പഠിച്ചത്? ജന്മനാ കിട്ടിയതാണോ അതോ നാണമാനല്ലാത്ത ഉപമാരുടെ കയ്യിൽ നിന്ന്? മുത്തശ്ശൻ അല്ലെങ്കിൽ പേരക്കുട്ടി, ഇതിലേതെങ്കിലും ഒരുത്തനെ തീർത്താൽ ജോലിയും കഴിഞ്ഞേനെ അല്ലേ? അതേടാ, എനിക്ക് നാണോ മാനോ ഇല്ലാത്തവനാ. അതുകൊണ്ട് ഇപ്പൊ എന്താ? എന്താടാ ഇത്? ഞാൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് നീ പരിപാടി അങ്ങ് തുടങ്ങിയല്ലേ? നോ ഡിസ്കഷൻ, ഓൺലി ആക്ഷൻ. യുവന്മാര് എൻ്റെ അച്ഛൻ ഇടയ്ക്കിടെ പറയുമായിരുന്നു, മനുഷ്യൻ മതിയെന്ന് പറയുന്നത് വയറ് നിറഞ്ഞു കഴിയുമ്പോൾ ആഹാരം മാത്രമാണ്. പണവും അധികാരവും അന്തസ്സും എത്ര കിട്ടിയാലും മതിയാവില്ല.
പഠിച്ചില്ലെങ്കിലും പണമില്ലെങ്കിലും ജീവിക്കാൻ പറ്റും. പക്ഷെ വിശ്വാസമാണ് എല്ലാത്തിനേക്കാളും വലുത്. ആ വിശ്വാസം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞില്ലടാ. ഈ കമ്പനിയുടെ മൊത്തം സ്വത്തും ഇന്ന് 350 കോടി വിലമതിപ്പുള്ളതാണ്. ഈ വീടിന് 12 കോടി, ഓഫീസും 12 കോടി, ഫാക്ടറിയുടെ മൂല്യം ഏകദേശം 106 കോടി, നമ്മുടെ പ്രോഡക്ട്സും ഗുഡൌണിലുള്ളതും ചേർത്ത് 28 കോടി, മാർക്കറ്റിൽ നിന്ന് നമുക്ക് വരാനുള്ള ആകെ തുക 45 കോടി. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ എഴുതി വച്ചിരിക്കുന്നത് 153 കോടി. ആഭരണങ്ങൾ 9 കോടി 56 ലക്ഷം. ഇവിടുത്തെ വാഹനങ്ങൾ 6 കോടി 82 ലക്ഷം. എല്ലാ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. എന്നാ പിടിച്ചോ. ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ. ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാനും കൂടെ ഇതൊക്കെ ചെയ്തു. എന്നോട് ക്ഷമിക്കണം അച്ഛാ. അച്ഛൻ എപ്പോഴും പറയാറില്ലേ ഈ കമ്പനി വളർത്തിയത് ഞങ്ങളെല്ലാം കൂടിയാണെന്ന്. ഞങ്ങളും അങ്ങനെയാ വിശ്വസിച്ചിരുന്നത്. പക്ഷേ കൊച്ചുമാവൻ പെട്ടെന്ന് തിരിച്ചു വന്നപ്പോൾ അവനാണ് അച്ഛൻ്റെ പിൻഗാമി എന്ന് കേട്ടപ്പോ ഞങ്ങൾ എല്ലാവരും പേടിച്ചു പോയി. അച്ഛ, ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ലെന്ന് ഓർത്താ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടി. അച്ഛൻ ക്ഷമിക്കച്ച. നിങ്ങളോട് ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. പണത്തിന് വേണ്ടി മാത്രമല്ലേ ഇത്രയും കാലം എന്റെ ഒപ്പം നിന്നത്. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അച്ഛാ, എനിക്ക് കാണണ്ട, ഇറങ്ങിപ്പോ. മുത്തച്ഛ, അവർ ചെയ്ത തെറ്റിന് അവരോട് ക്ഷമിക്കും. മുത്തച്ഛ, ഇനി ഇവരാരും ഒരു തെറ്റും ചെയ്യാതെ ഞാൻ നോക്കിക്കോളാം. സത്യം അച്ഛ, ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും ദുഷ്ടചിന്ത ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവര് ചെയ്ത തെറ്റിന് ഞങ്ങളെ ശിക്ഷിക്കരുത് അച്ഛാ. തെറ്റ് നിങ്ങളുടേതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലേ. അവരെങ്ങോട്ട് പോകുന്നോ അങ്ങോട്ട് തന്നെ നിങ്ങളും പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഓ, ദയവ് ചെയ്ത് പോകൂ. ഇനി ഈ വീട്ടിൽ ആർക്കും സ്ഥാനമില്ല. ഇറങ്ങി പോകൂ, പൊയ്ക്കോ. മുത്തശ്ശ, ഞങ്ങൾ എവിടെ പോകണം? മുത്തശ്ശ, ഇത് നമ്മുടെ വീടല്ലേ മുത്തശ്ശ? ഇത് നിങ്ങളുടെ വീട് തന്നെയാ മക്കളെ, നിങ്ങളുടെ തന്നെ. നിങ്ങൾ ആരും ഇവിടുന്ന് പോണ്ട. ആരും എങ്ങോട്ടും പോകണ്ട. എല്ലാരും അവരവരുടെ മുറിയിലേക്ക് ചെല്ലേ. പറഞ്ഞത് മനസ്സിലായില്ലേ? നിന്റെ ഈ മറവി രോഗം ആ ഈശ്വരൻ എനിക്ക് തന്നിരുന്നെങ്കിൽ എല്ലാം മറന്ന് സമാധാനത്തോടെ ഇരിക്കായിരുന്നു. താരക്, ഞാൻ ചെയ്തത് ശരിയല്ലേ? കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചപ്പോ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ മനസ്സ് തകർന്നു പോയി. ഇവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ. മുത്തച്ഛൻ ചെയ്ത കാര്യമാണ് ശരി. ഇവരോടൊക്കെ ക്ഷമിക്കാൻ കാണിച്ച അങ്ങയുടെ വലിയ മനസ്സ് എന്തുകൊണ്ട് എൻ്റെ അച്ഛനമ്മയോടും കാണിക്കാതെ പോയത്? അത് ഞാൻ എൻ്റെ പെങ്ങൾ കൊടുത്ത വാക്കല്ലേ? മുത്തച്ഛൻ കൊടുത്ത വാക്കായിരുന്നില്ലേ? അന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ പ്രേമിക്കാൻ തുടങ്ങിയപ്പോൾ അക്കാര്യം ആദ്യമായി പറഞ്ഞതാരോടെന്നറിയോ? ദാ ഇവരോട്. അതൊന്നും എനിക്കറിയില്ല. അവൻ ചെയ്തത് തെറ്റാ. എനിക്ക് ഈ സമൂഹത്തിലുണ്ടായിരുന്ന അന്തസ്സും അഭിമാനവും എല്ലാം അവൻ കളഞ്ഞു കുടിച്ചില്ലേ. അവൻ വാക്ക് മാറ്റി പറയുമായിരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഇത്രയും കാലമായിട്ട് ഈ വാച്ച് പോലും ഞാൻ മാറ്റിയിട്ടില്ല. എന്തിന്?
എന്നെ ഇവിടെ സ്ഥിരമായി നിർത്താനും എൻ്റെ മനസ്സിനെ തോൽപ്പിക്കാനും സ്ഥിരമായിട്ട് ഷർട്ടും കൊണ്ടുകൊടുക്കുന്ന മുത്തശ്ശൻ സ്യൂട്ട് ഇട്ടിട്ട് എന്നെ പബ്ബിലേക്ക് കൊണ്ടുപോയില്ലേ? മുത്തശ്ശനൊരു കാര്യം മനസ്സിലാവുന്നുണ്ടോ? മുത്തശ്ശൻ ആഗ്രഹിക്കുന്നിടത്തൊക്കെ മുത്തശ്ശൻ ചേഞ്ച് ആവുന്നുണ്ട്. അന്ന് മുത്തശ്ശൻ്റെ തീരുമാനം മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം മുത്തശ്ശൻ്റെ കൂടെ ഈ വീട്ടിലുണ്ടായിരുന്നു. എന്താ നീ പറഞ്ഞേ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് ഞാനാണ് കാരണം. തീർച്ചയായും അതിന് കാരണം മുത്തശ്ശനാ. താരക്, നീ എന്താ ഈ പറയുന്നത്? എന്നെ തടയണ്ട സരസമ്മ. എന്റെ മനസ്സിലുള്ളതെല്ലാം എനിക്ക് പറഞ്ഞേ മതിയാവോ. അത് ആക്സിഡന്റ് ആയിരുന്നു മോനെ. ആയിക്കോട്ടെ. അന്ന് അവർ രണ്ടുപേരും മനസ്സ് വിഷമിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ കാരണം ആരാ? മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ. എല്ലാ വർഷവും എന്റെ ബർത്ത്ഡേക്ക് മുത്തശ്ശൻ എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ ആ ഫോൺ കോളൊന്നും എടുക്കാറില്ലായിരുന്നു. അതിന്റെ കാരണം അറിയോ? അന്നായിരിക്കും ഞാൻ അച്ഛനമ്മയ്ക്കും ബലിയിടാറ്. ഞാൻ ജനിച്ചതും എൻ്റെ അച്ഛനമ്മയും മരിച്ചതും രണ്ടും ഒരേ ദിവസം. എൻ്റെ അച്ഛനോട് മുത്തശ്ശന് എത്രമാത്രം ദേഷ്യമുണ്ടായിട്ട് വേണം അച്ഛൻ്റെ ഫോട്ടോ പുറത്തു വയ്ക്കാതെ അലമാരിൽ വെച്ച് പൂട്ടിയിരിക്കുന്നത്. പിന്നെയുള്ളത് എൻ്റെ അമ്മ. മുത്തച്ഛൻ അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മുത്തച്ഛൻ എപ്പോഴും ഈ ഫോട്ടോയിൽ നോക്കി മാത്രമാണ് പറയാറ്, ഇതാണ് എൻ്റെ ഫാമിലി എന്ന്. പെർഫെക്റ്റ്, ദിസ് ഇസ് യുവർ ഫാമിലി. അതിൽ ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ ഇല്ല. ഇനി ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. മുത്തശ്ശൻ